എന്റെ വൈഫിന്റെ ചേട്ടത്തിയായി ആങ്ങളെ കെട്ടിയേക്കുന്നത്. ഓ ആങ്ങളെയും പെങ്ങളുമാണ് ഒരു ബന്ധം. ആ ഇവരും അമ്മ രണ്ടും അച്ഛനും കെട്ടിയേക്കുന്നത്. ആങ്ങളെയും പെങ്ങളുമാണ് ഒരു ബന്ധം. ലളിതമായിട്ട് പറഞ്ഞാലെന്താ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന്. അമ്മ രണ്ടും അച്ഛനൊന്ന്. അമ്മ രണ്ട് ആ അച്ഛനൊന്ന്. ഏത് ആങ്ങളുടെയും എന്റെ വൈഫിന്റെ എന്റെ ആങ്ങളുടെ അച്ഛൻ ഒന്നാ. എന്റെ വൈഫിന്റെ എന്റെ ആങ്ങളുടെ അച്ഛൻ ഒന്നാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അമ്മമാര് വേറെ അമ്മമാര് വേറെ. ആ. അപ്പൊ അതിലൊരു പെണ്ണിനെയാണ് ഇവൻ കെട്ടിയേക്കുന്നത്. ഏതില് പെണ്ണ്? അമ്മമാര് വേറെ അമ്മമാര് വേറെ. ആ. അപ്പൊ അതിലൊരു പെണ്ണിനെയാണ് ഇവൻ കെട്ടിയേക്കുന്നത്. നിങ്ങളെന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അപ്പൊ അതിലൊരു പെണ്ണിനെയാണ് ഇവൻ കെട്ടിയേക്കുന്നത്. ഏതില് പെണ്ണ്? ഇപ്പോഴും മനസ്സിലായില്ല? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. എന്റെ വൈഫിന്റെ ചേട്ടത്തിയെ കെട്ടിയേക്കുന്നത്. ആ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. എന്റെ വൈഫിന്റെ ചേട്ടത്തിയെ കെട്ടിയേക്കുന്നത് എന്റെ വൈഫിന്റെ ആങ്ങളെയാ. ഒരു അമ്മയിലത്തെ മകൻ വേറൊരു അമ്മയിലത്തെ മകളെ കല്യാണം കഴിച്ചു. ഒരച്ഛന്റെ മകൻ രണ്ടാമതൊരു അമ്മയുടെ മോളെ കല്യാണം. 3 ഭർത്താവിന് 2 ഭാര്യ, 2 ഭാര്യക്ക് 1 ഭർത്താവ്. അപ്പൊ ഇവര് ആങ്ങളെയും പെങ്ങളുവാ. ആ മനസ്സിലായി. ഓക്കെ. ആ എന്റെ ആങ്ങളുടെ അച്ഛൻ ഒന്നാ. അമ്മമാര് വേറെ